നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചൂടൊക്കെ എങ്ങനെയാ? നല്ല ചൂടല്ലേ? വേലയ്ക്ക് പോയില്ലേ? ഓ വേലയൊക്കെ ഉഷാറാക്കി സാർ. ഉഷാറാക്കിയില്ലേ? ഗംഭീരാക്കിയില്ലേ? അടിപൊളി. മപ്പ് തീർന്നിട്ടില്ല. ഇനി രണ്ടായി മപ്പ്. അത് കൊള്ളാം, അത് നല്ല വാക്കാം. മപ്പ് എന്ന് പറയുന്നത് ലഹരി ഇതാണോ? മപ്പ് തീർന്ന് ആ മപ്പാണോ? വേലയുടെ മപ്പ് പാലക്കാടുകാർക്ക് വേലയുടെ മപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വേലയാണ്. പടക്കത്തിലമ്മയുടെ വേല 3 വർഷത്തിന്റെ വേല ഗംഭീര. 2027 ഉണ്ടാവും അല്ലേ? അപ്പൊ എത്ര ദിവസമായിരുന്നു? അല്ല, എത്ര ദിവസം ഉണ്ടായിരുന്നു വേല മൊത്തത്തിൽ? ആഘോഷം 1 മാസം പരിപാടിയായിരുന്നു അല്ലെ? എല്ലാ പ്രമുഖരായ ആൾക്കാരും എത്തി. എല്ലാവരും എത്തി. ആളോ 50 ദിവസങ്ങളിലെ പരിപാടിയായിരുന്നു കേട്ടോ. 3 വർഷത്തിലേക്ക് നമുക്ക് ആ അമ്പലത്തിന്റെ പരിസരത്തൂടെ ഒന്ന് പോകാം. വടക്കന്തറയിൽ തിരുപുരായിക്കൽ ഭഗവതി ക്ഷേത്രം അല്ലേ? വടക്കന്തറ തന്നെ 80 ലക്ഷം രൂപ പുലിയാണ് നമ്മുടെ പുലി പറയുന്ന പുലി. അപ്പൊ താങ്ക് യു ചേട്ടാ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസ്ഥ ചൂടുണ്ടോ? ഇലക്ഷൻ ചൂടായിക്കൊണ്ടിരിക്കും അല്ലേ? ഇത് കയ്യില് തേങ്ങയ്ക്ക് എന്താ വില? ബാബുവേട്ടൻ തേങ്ങ എന്നുള്ളത് വീട്ടു വരാം. ചേട്ടനെ ട്രോളുക, കളിയാക്കുക ഇവിടെ അടുത്തല്ലേ? അയ്യേ അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? വേലയുടെ മപ്പൊക്കെ കഴിഞ്ഞു. വേല മപ്പ കഴിഞ്ഞു. ക്ഷീണമാണ്. അപ്പൊ എങ്ങനെയാ മൊത്തത്തിൽ ഇലക്ഷന്റെ ഒക്കെ കാര്യം? ചൂടാണോ? മത്സരം കടുക്കോ? അതെ, കൃഷ്ണകുമാറുണ്ട് അല്ലേ? നരേന്ദ്രമോദിയുടെ വേഷം ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ വേഷം എടുത്തു ഇന്നലെ? നരേന്ദ്രമോദിയുടെ വേഷം ഉണ്ടായിരുന്നു. വേലയിലോ? അത് ശരി. അമ്പലത്തിലെ വേലയിലെ ഫ്ലോട്ടില് നരേന്ദ്രമോദി ഉണ്ടായിരുന്നോ? ആണോ? ഗംഭീരമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മള് ഉറപ്പായി കഴിഞ്ഞു. നമസ്കാരം ചേട്ടാ. ഇവിടെ ധാരാളം എനിക്ക് മല്ലിയില ധാരാളം പോകുന്ന സ്ഥലം അല്ലേ? ഐറ്റംസ് കൂടുതൽ പോകും. ഇപ്പൊ ഏറ്റവും കൂടുതൽ വില ഏതാ ഉള്ളത്? വെളുത്തുള്ളി ആയിരുന്നു ഏറ്റവും കൂടുതൽ വില. ഓപ്പറേറ്റ് ആയിരുന്നു 550 രൂപയ്ക്ക് വിട്ടത്. ഇപ്പൊ കമ്മിയായി. ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് കമ്മിയായി. ഇലക്ഷന്റെ ചൂട് നടന്നു. ഇലക്ഷന്റെ ചൂടായപ്പോ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം എന്ന് പറയുന്നതൊന്നുമില്ല. അത് തൃശ്ശൂർ തന്നെയാണ് ത്രികോണ മത്സരം. പാലക്കാട് ത്രികോണ മത്സരമില്ല. LDF ഉം UDF ഉം തമ്മിലുള്ള മത്സരം. മത്സരം തന്നെ. ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഇല്ല, പാലക്കാടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ പാലക്കാടാണ്. നമ്മളിപ്പോൾ മേലാപുരിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ജാക്കിക്ക് നല്ല ക്യാരറ്റ് കൊടുത്താൽ ജാക്കി കഴിയും. നമുക്ക് ജാക്കിക്ക് ഒരു ക്യാരറ്റൊക്കെ കൊടുക്കാം. വലിയങ്ങാടിയിലെത്തിയല്ലേ? ഇല്ലെങ്കിൽ ചേട്ടൻ പഴപ്പ. അപ്പോൾ ജാക്കിക്ക് നമ്മൾ നന്നായിട്ട് നല്ല നമ്മൾ ആനയ്ക്കൊക്കെ കൊടുക്കുന്ന പോലെ കൈ ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കൈയും കൂടി പിടിച്ച് കടിച്ചോളയും. അപ്പോൾ ജാക്കി ക്യാരറ്റാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെയുണ്ട്? അയ്യോ ഇങ്ങ് വാ. ഓക്കെ, എങ്ങനെയുണ്ട്? ഒന്ന് ചൂടുണ്ട് അല്ലേ? ഭയങ്കര ചൂടാണ്. വേല മപ്പൊക്കെ കഴിഞ്ഞാ? വേല കഴിഞ്ഞ അടിപൊളിയായി. സൂപ്പർ വേല. രാത്രി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഉറങ്ങിയിട്ടില്ല. ഇല്ലേ? ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് രാവിലെ പണിക്ക് വന്നാ? രാവിലെ 3 മണിക്ക് മാർക്കറ്റിലേക്ക് വരും. എന്നിട്ട് മാർക്കറ്റ് ഉറങ്ങാതെ 3 മണിക്ക് വീണ്ടും മാർക്കറ്റ് വന്നാ? ക്ഷീണമില്ലേ? ക്ഷീണമൊന്നുമില്ലേ? വേല കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടി അതല്ലേ? നമ്മുടെ ഡ്യൂട്ടി അതാ അല്ലേ? എന്താ പ്രധാനപ്പെട്ട പണി? പച്ചക്കറി കച്ചവടം അല്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏതാ? പച്ചക്കറി. ക്യാരറ്റിന് എത്ര ഉണ്ട് ഇപ്പൊ വില? ക്യാരറ്റ് 72. ഹോൾസെയിലാ റീറ്റെയിലാ? ഹോൾസെയിൽ 72. അപ്പൊ റീറ്റെയിൽ വരുമ്പോ എത്ര രൂപ വരും? 80 രൂപ വരും. 100 രൂപയ്ക്ക്. ചിലത് 100 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ടാവും. അപ്പൊ 72 വലിയങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചാൽ അല്ലേ? നിങ്ങൾ വാങ്ങിയിട്ട് പുറത്തു കൊണ്ടുപോകും? ലൈനിൽ കൊണ്ട് സപ്ലൈ ചെയ്യും അല്ലേ? എങ്ങനെയുണ്ട് ഈ ചൂടാവുമ്പോ? നിങ്ങൾ എത്ര മണി വരെ കച്ചവടം ചെയ്യും? 11 മണി വരെ അല്ലേ? ചേട്ടൻ എങ്ങനെയാ? ഫുൾ ടൈം ഉണ്ടോ? മൊത്തത്തിൽ എങ്ങനെയാ ഒരു ഇലക്ഷന്റെ ട്രെൻഡ്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഒരു ഇതിലായിട്ട് ലെവലായിട്ട് വരും. 3 പേരും സ്ട്രോങ് ആണോ? അല്ല, കുഴപ്പമൊന്നുമില്ല. ആണോ? കുഴപ്പമൊന്നുമില്ല, സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ പാലക്കാട് വലിയങ്ങാടിയിൽ നിന്നാണ് നമ്മൾ ചേർന്നത്.